പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ കൈകളുടെ ഒഴുക്ക് ശരിയാക്കാൻ അല്ലെങ്കിൽ ഫ്ലോ ശരിയാവാനായിട്ട് നമ്മൾ വരച്ച് പഠിപ്പിക്കുന്ന ഒരു ചിത്രം ഒന്നിലധികം മത്സ്യങ്ങളെയാണ് വരയ്ക്കുന്നത്. നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ നമ്മൾ വര പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ ബേസിക് ഡ്രോയിങ്സിൽ വരുമ്പോൾ യഥാക്രമം പൂക്കൾ, ഇലകൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, പിന്നീട് ആണ് മൃഗങ്ങൾ, പിന്നെ ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷമാണ് ആനിമലുകളെയൊക്കെ വരയ്ക്കുന്നത്, മൃഗങ്ങളെ വരയ്ക്കുന്നത്. അവസാനമാണ് നമ്മൾ അനാട്ടമി, മനുഷ്യ ശരീരങ്ങളെ വരയ്ക്കുന്നത്, ഹ്യൂമൺ അനാട്ടമി വരയ്ക്കുന്നത്. അപ്പോൾ അതിലൊന്നായ മത്സ്യങ്ങളെ വരയ്ക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ, നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഉള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇത്ര മനോഹരമായ ചിറകുകളുള്ള മത്സ്യങ്ങൾ, മനോഹരമായ വാലുള്ള മത്സ്യങ്ങൾ, അതൊക്കെ നമുക്കറിയാം ജലത്തിൽ അനായാസം നീന്തുവാനും ജലത്തിൽ പുഷ്പങ്ങളെപ്പോലെ വിടരുവാനും കഴിവുള്ള ചലിക്കുന്ന പൂക്കളെന്നൊക്കെ പറയാം. എത്ര മനോഹരമാണ്! ജലത്തിൽ പോലും വർണ്ണവിസ്മയം തീർക്കുന്ന പ്രകൃതിയുടെ കരവിരുതിനെ നമിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ മത്സ്യങ്ങളെ വരയ്ക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു സർക്കിൾ എടുക്കുക, അതിനുശേഷമാണ് നമ്മളിതിനെ ഷേപ്പ് ചെയ്ത് നോക്കൂ. വളരെ തെളിക്കാതെ വരച്ചു. പിന്നീട് നമ്മളിത് ഇവിടോട്ടുള്ള കുറച്ച് കൂർത്ത വേണമെങ്കിൽ ഇങ്ങനെ വരച്ചാലും മതി. ഇത് നോക്കൂ, ഇങ്ങനെ. പിന്നീട് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കണ്ണിൻ്റെ ഒരു ഭാഗം അടയാളപ്പെടുത്താം. ആദ്യം ഒരു സർക്കിളാണ്, പിന്നെ ഇങ്ങനെ വരയ്ക്കുന്നു, പിന്നെ ചിറകിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുന്നു, പിന്നെ ഇവിടെയുണ്ട് ചിറകുകൾ. അതൊക്കെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ വരകൾ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ വന്ന് കിടന്നിട്ട് കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെ കിടക്കാം. കാരണം നമ്മൾ വളരെ മൃദുവായിട്ടാണ് വരയ്ക്കുന്നത്, ഒട്ടും തന്നെ തെളിക്കുന്നില്ല. 2-3 മത്സ്യങ്ങളെ ഞാൻ ഈ സമയം കൊണ്ട് വരയ്ക്കാൻ കാരണം വളരെ എളുപ്പമാണ് ഇതിനെ പഠിക്കാനും വരയ്ക്കാനും. ഇങ്ങനെ ഒരു ബ്ലോക്കിംഗ് മെത്തേഡ് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഈ വരകളെ ഒന്ന് ഇറേസ് ചെയ്യാൻ നോക്കുക. വളരെ രസമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിറകുകളൊക്കെ വരയ്ക്കുമ്പോൾ ആ ഒരു താളം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അത് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ്. ഇത് ഞാൻ വർണ്ണ മത്സ്യങ്ങളെ നോക്കിയാണ്, ഇമേജുകൾ കണ്ടാണ് വരയ്ക്കുന്നത്, ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട്. അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഞാൻ റെഫറൻസ് വെക്കുന്നില്ല, കാരണം നമുക്ക് അത്രയും കൂടെ സ്ഥലം കളയാനില്ല. 2-3 മത്സ്യങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. വരച്ചു, കണ്ടോ? അതങ്ങനെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. ഇപ്പോഴും ഈ വരയെ ഞാൻ തെളിച്ചിട്ടില്ല. എന്നാൽ ആ ചിത്രത്തിൽ കാണുന്നത്ര കൂടുതൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരകളൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. വളരെ ലളിതമായ വരകളാണ്. ഞാനതിൽ നിന്ന് വരകൾ കുറച്ചാണ് കാണിക്കുന്നത്. നോക്കാം, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വരെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് പ്രകൃതിയുടെ പശ്ചാത്തല സംഗീതം കേൾക്കാം. രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്വരമാണ്. ഈ സ്വരമാണ് എന്നെ ഉത്തേജിതനാക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ തോന്നുന്നത് ഈ സമയത്താണ്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പകലന്തിയോളം നമ്മൾ ചിത്രകല ക്ലാസ്സുകൾ കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ അടുത്ത് കേൾക്കാം ഈ സംഗീതം. ഇരുട്ടിൽ നിന്ന് അവർ ഉറങ്ങാതെ ഇങ്ങനെ. അപ്പോൾ നമ്മളറിയുന്നത് ഈ രാത്രിയും സജീവമാണ്. അപ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരുപാട് പേരോടൊപ്പം ഞാനും ഇങ്ങനെ ഒരു വരയും വാക്കുമായി കൂട്ടിരിക്കാമെന്ന് വെച്ചു. നോക്കുക, പിന്നീട് ഈ വര ഇങ്ങനെ വിട്ടുകൊടുക്കുക. നോക്കുക, കുറച്ചൊക്കെ വിടർത്തിയും വരയ്ക്കാം. കാരണം ഇനി ഇവിടെ വരകൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വിടർത്തി വരയ്ക്കാൻ നോക്കാം.
ഈ ഞൊറികൾ കേട്ടോ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു ഒഴുക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. നോക്കുക, ഇവിടെ ഞാൻ വേറൊരു രീതിയിൽ കുറച്ചിത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ചിറ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വളഞ്ഞു വന്നു എന്ന് വെക്കുക. അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് ഇതിങ്ങനെ ഇത്തിരി കാണിക്കാകത്തുള്ളൂ. കണ്ടോ, ചിറ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നമുക്ക് നമ്മുടേതായ കുറച്ച് നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ മനസ്സുള്ള കല ഇതിനകത്ത് ആഡ് ചെയ്യാം. കാരണം അത്രമേൽ നമുക്ക് വരയ്ക്കാനുള്ള പ്രചോദനമായിട്ട് ഈ പ്രപഞ്ചം ഒരുപാട് വർണ്ണ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കി നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചമാണല്ലേ. അപ്പോൾ അങ്ങനെ അണിയിച്ചൊരുക്കി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉറവ പറ്റുന്നതേയില്ല. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും നിലയ്ക്കാത്തൊരു സ്വപ്നം തന്നെയല്ലേ ജീവിതം. നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ആസ്വദിക്കണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. പ്രകൃതിയെ ആസ്വദിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എത്ര മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്ന പ്രപഞ്ചത്തെ നമുക്ക് കാണാം. അതും വേണം. അങ്ങനെയാണ് നമ്മൾ ഈ നിമിഷങ്ങളൊക്കെ മനോഹരമാക്കി തീർക്കുന്നത്. നമ്മൾ രാവിലെ ഉണർന്നാലുടൻ എന്ത് കേൾക്കണം, എന്ത് കാണണം, എങ്ങനെ തുടങ്ങണമെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ. ചിലർ യൂട്യൂബിലൊക്കെ വരുന്ന നമ്മളെ ദുഃഖിപ്പിക്കുന്ന ചില വാർത്തകൾ കണ്ടിട്ട് ആ ദിവസം മുഴുവൻ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് നടക്കും. ഒരു കാര്യവുമില്ല. ചിലർ നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളോട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ ഉടനെ സമൂഹത്തിന് തിരുത്തണമെന്ന ആഗ്രഹത്തോടെ ഇറങ്ങിയിട്ട് യുദ്ധം തുടങ്ങും യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. ഒരു കാര്യമില്ല. എന്നിട്ട് ആ ദിവസം നമ്മളിങ്ങനെ കളഞ്ഞു കുളിക്കും. നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് വളരെ വിലമതിക്കാനാവാത്ത, വളരെ അമൂല്യമായ ഈ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെയാണ്. ഇന്ന് കടന്നുപോയ ആ നിമിഷങ്ങൾ നമുക്ക് അത്ര കുറച്ചേ നാളെ കിട്ടും. അതുകൊണ്ട് ഓരോ നിമിഷവും അമൂല്യമാണ്. നമുക്ക് സ്നേഹത്തോടെ, പ്രണയത്തോടെ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ചേർത്ത് ആർക്കും പ്രണയിക്കാം, എന്തിനേയും പ്രണയിക്കാം. അതിന് യാതൊരു എന്താ പറയുന്നത് കുറവുമില്ല, നിറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പ്രണയിക്കുന്നത് പോലെ നമ്മെ പ്രണയിക്കണമെന്ന് ശഠിക്കുമ്പോഴാണ് ദുഃഖം. അതുകൊണ്ട് നമുക്ക് ഒന്നിനെയും പകരം പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മളിൽ നിലനിൽക്കാനും നമുക്ക് പ്രണയിക്കാനും ആവണം. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഒന്നിനെയും പ്രതീക്ഷിക്കാറില്ല, പക്ഷേ എനിക്ക് പ്രണയിക്കാനുള്ള ഒന്നിനെയും ഞാൻ വിട്ടുകളയില്ല. എല്ലാം നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ വിരസമായി പോയേക്കാവുന്ന ചില നിമിഷങ്ങളെ ഞാൻ വര കൊണ്ട് സമ്പന്നമാക്കുന്നത്, വാക്കുകൊണ്ട് നിറവാർന്നതാക്കുന്നത്. ഒപ്പം ചില മനസ്സുകൾക്കൊക്കെ നമ്മളിങ്ങനെ കൂട്ടിരിക്കുന്നത്. നോക്കുക, ഒരു മത്സ്യത്തിനെ വരച്ചു, വളരെ എളുപ്പമാണ്. ഇനി അടുത്തൊരു ചിത്രം കൂടി ഞാൻ വരയ്ക്കാം. നോക്കുക, ഇവിടെ ഞാൻ അടുത്തൊരു മത്സ്യത്തിനെ വരയ്ക്കുകയാണ്. ഈ സ്ഥലം എടുത്തുകൊണ്ട് നോക്കുക. ഇവിടെ നമ്മൾ പരമാവധി സ്ഥലം ഉപയോഗിച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത്. അവരുടെ പാട്ട് ഇഷ്ടപ്പെട്ട് അവരെ അനുഗ്രഹിക്കാൻ മഴയെത്തി കേട്ടോ. ഇനി മഴയുടെ താളം കൂടെ കേൾക്കാം. നന്നായി മൂടിപ്പുതച്ച് സ്വപ്നം കണ്ടുറങ്ങാൻ മഴ നല്ലതാണ്. പ്രണയത്തോടെ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്കും മഴ നല്ലതാണ്. അങ്ങനെ മഴ പ്രതീക്ഷയാണ്, മഴ സാന്ത്വനമാണ്, മഴ ഓർമ്മകളാണ് അല്ലേ. അങ്ങനെ നമുക്ക് എത്രയോ ഭാവങ്ങളാണ്. ഭക്തിഭാവങ്ങൾ പോലെയാണ് മഴയും. പ്രണയമായി പ്രതീക്ഷയായിട്ടൊക്കെ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ രാത്രി എനിക്ക് മഴ പ്രണയമാണ്, ഒപ്പം വരെയും. നമ്മൾ ഈ സ്ഥലം എടുത്തിട്ട് നോക്കൂ. ഞാൻ ഈ സ്ഥലത്ത് കൃത്യം നിർത്തുന്നതാണ്, നിങ്ങൾ കാണുക. ഇത് ഏറ്റവും ഡാർക്കായ പെൻസിലാണ്, പക്ഷേ അതിനെ ഞാൻ വളരെ മൃദുവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പെൻസിലിൽ നിന്ന് തന്നെ എനിക്ക് 2Bയുടെയും 10Bയുടെയും 6Bയുടെ ഒക്കെ ഡാർക്ക്നെസ് എടുക്കാൻ പറ്റും. കാരണം എൻ്റെ വിരലിലാണ് അതിൻ്റെ മൃദുത്വവും അതിൻ്റെ കാഠിന്യമൊക്കെ ഞാൻ നിയന്ത്രിക്കുന്നത്. നോക്കുക, ഏറ്റവും മൃദുവായിട്ട് ഇതെനിക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. സാധാരണ ഗ്രാഫൈറ്റ് പെൻസിൽ ഇറേസ് ചെയ്യുന്നത് അത്ര
എളുപ്പമല്ല. അതിൻ്റെ കറുപ്പ് അവിടെ അവശേഷിപ്പിക്കും. പക്ഷേ ഞാനത് അത്രമേൽ മൃദുവായിട്ടാണ് ഒരു പൂവിൻ്റെ ഇതളിൽ തഴുകി ഉണർത്തുന്നത് പോലെ നമ്മൾ അത്രമേൽ മൃദുത്വം കൊണ്ടുവന്ന വിരലുകളിൽ കണ്ടോ. ഇനി ഞാൻ ഇതിനെ ഡാർക്കാക്കാം. ഇന്നലെ ഞാനിവിടെ ഒരു പേപ്പർ ഇതിൻ്റെ മേളിൽ വെക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന എണ്ണമയമോ അല്ലെങ്കിൽ പൊടിയോ ഒന്നും പേപ്പറിനെ ബാധിക്കില്ല. ഇവിടെ ഞാൻ കണ്ട കൈ ഉയർത്തിയിട്ടാണ് വരയ്ക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് വരയ്ക്കാതെ വരച്ച് വിട്ടു കൊടുക്കണം. ഇതെങ്ങനെ ഇവിടുന്ന് എടുക്കുമ്പോൾ മൃദുവായിട്ട് എടുത്തിട്ട് അയ്യോ ഇത്തിരി പ്രഷർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിക്കാൻ തിന്നൊക്കെ ഉള്ള ചില മെത്തേഡുകൾ ചിത്രകലയിലുണ്ട്. ഒരുപക്ഷെ എൻ്റെ സ്വരത്തിൻ്റെ വ്യക്തത കുറഞ്ഞേക്കാം, കാരണം പുറത്ത് മഴ കനക്കുന്നുണ്ട്. ഓക്കെ, അതിന് കൺപീലികളില്ലെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് വരച്ചാണ് ഒരു ഭംഗി. ഇത് നമുക്ക് വേറെ ഒരു ഡിസൈൻ കൊടുക്കാം. ചെതുമ്പലുകൾ വരയ്ക്കുമ്പോൾ നമ്മൾ നിറച്ച് വരയ്ക്കേണ്ടതില്ല, ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഈ പെൻസിൽ പറഞ്ഞില്ലല്ലോ, ഇത് ആർട്ട്ലൈൻ്റെ 10B പെൻസിലാണ്. മുകളിൽ വരച്ചത് ഫേബർ കാസിലാണ്. പഴയ പതിവ് ചോദ്യങ്ങളുടെ ഉത്തരം ചിത്രകല ക്ലാസ് ഉണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ക്ലാസ്സുകളുണ്ട്. ചിത്രകലയ്ക്ക് ഓൺലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാം. ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്. എന്നിരുന്നാലും നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ്. എൻ്റെ നമ്പർ 9061312543. അതല്ലാതെ നമ്മുടെ ക്ലാസ്സിൻ്റെ കോർഡിനേറ്റർ നമ്പരും അവിടെയുണ്ട്. അത് വേണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ ചിത്രകലാപരമായ സംശയങ്ങളും ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ തരും. എല്ലാ ക്ലാസ്സുകളും ലൈവായിട്ട് തന്നെയാണ്. നമ്മൾ കൂടെ ഇരുന്ന് തന്നെ വരപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ നേരിട്ട് ചേർന്ന് പഠിക്കേണ്ടവർക്ക് നിങ്ങളുടെ അനുയോജ്യമായ സമയവും ദിവസവും ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടി നമ്മൾ തരുന്നുണ്ട്, ഓൺലൈൻ ആയതുകൊണ്ട്. ആർക്കെങ്കിലും ചിത്രകല ക്ലാസ്സിൽ ചേരണമെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9061312543. നോക്കത് ഇവിടം വരെ ഞാൻ കൊണ്ട് വരച്ച് നിർത്തി. ഈ വരയ്ക്ക് ശരിക്കും ഒരു താളം ഉണ്ടാവണം കേട്ടോ. താളമാണ് നമ്മൾ പറയുന്ന പ്രണയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ? പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെയും താളം. നമ്മൾ എൻ്റെ ക്ലാസ്സിൽ ഈ വര കാണുന്നവർ ഞാനീ പറയുന്ന താളത്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ, നിങ്ങൾ ഓരോ ദിവസവും നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനീ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന്. പൂമ്പാറ്റ ചിറകുകളുടെ താളം, പക്ഷിയുടെ കളകൂജനങ്ങളുടെ താളം, മത്സ്യം ഇങ്ങനെ മനോഹരമായി നീന്തുമ്പോൾ അതിൻ്റെ ചിറകിൻ്റെ താളം, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓരോന്നിനും ഏതൊന്നിനും ഒരു താളമുണ്ട്. ആ താളത്തെ അറിയലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു മനോഹരമായ വശം. എനിക്ക് തോന്നും ഞാനാണ് ഒരിക്കലും ഉറവ് പറ്റാത്ത പ്രണയവുമായി ഓരോ ദിനവും ജീവിക്കുന്ന ഒരാളെന്ന്. കാരണം നമുക്ക് പ്രകൃതി സമ്മാനിച്ച ഏകാന്തതയെ അതിനെ അറിഞ്ഞംഗീകരിച്ച് അതിൽ നിലനിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ ഈ നേരത്തെ വരച്ചതിന് 10B കൊണ്ടൊന്ന് ഡാർക്കാക്കും.
ഇപ്പോൾ 2 മത്സ്യങ്ങൾ വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഒരു മത്സ്യത്തിലൂടെ വരയ്ക്കാം, സമയം അനുവദിക്കുമെങ്കിൽ, അല്ലേ? ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു മത്സ്യത്തിന്. ഈ മത്സ്യത്തിനെ വരയ്ക്കുന്നത് വഴി ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം കൂടെ കാണിക്കും. ഇത്രയും സ്ഥലം ഞാൻ മനോഹരമായിട്ട് ഒരു വിടവില്ലാതെ ഉപയോഗിച്ചത് ഞാൻ കാണിച്ചു തരാം. അത് കൃത്യമായിട്ട് നമ്മൾ ബ്ലോക്കിംഗ് പരിശീലിച്ചുകൊണ്ട് മാത്രമാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ബ്ലോക്കിംഗ് മെത്തേഡ് പരിശീലിക്കാതെ നോക്കൂ. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലം എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് നോക്കാം. നമ്മൾ വേണ്ട സ്ഥലമെടുത്തു. നമ്മൾ കാണുന്ന ചിത്രത്തിനെ മനോഹരമായിട്ട് വരയ്ക്കാനും നമ്മൾ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. നോക്കുക. ഇങ്ങനൊരു മത്സ്യമാണ് കേട്ടോ. ഇതിനെ ഞാൻ കണ്ടു വരയ്ക്കുന്നതാണല്ലോ, അത് ഇതിനു വേണ്ടി ഞാൻ സ്ഥലം എടുത്തതല്ല. നമ്മൾ കണ്ട മത്സ്യത്തിനെ ഞാനിങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി വരയ്ക്കുകയാണ്. അതിനുള്ള സ്ഥലം ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോവില്ല. നോക്കാം. ഇവിടെ ഒരു ചെറിയ ചിറകുണ്ട്, കണ്ടോ? നമ്മൾ ആദ്യം ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രത്തിനെ കുറേ നേരം നിരീക്ഷിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് അങ്ങ് വരയ്ക്കരുത്. നമ്മളാവട്ടെ ഒരു ചിത്രം എടുക്കുക, വരയ്ക്കുക, പിന്നീട് അതിൻ്റെ തെറ്റും ശരിയുമൊക്കെ അറിയുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഏതൊന്നിനെ കണ്ടാലും ആദ്യമേ കണ്ണുകൊണ്ട് അതിനെ അളക്കണം, മനസ്സുകൊണ്ട് അതിനെ തൊട്ടറിയണം, അതിൻ്റെ ശരീരത്തിൻ്റെ താളത്തെയൊക്കെ നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹാരിത നമ്മളിലേക്ക് ഒഴുകിയെത്തും. പിന്നീട് വിരലിലൂടെ അതിനെ ആവിഷ്കരിക്കുക, അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കുക എന്ന് പറയല്ലേ, സാക്ഷാത്കാരമാണിത്. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ചിത്രം സമ്മാനിച്ചിട്ടാണ് പ്രപഞ്ചം നമ്മളിങ്ങനെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരങ്ങളിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ അതിനെ മറക്കും, അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ 2 വാക്ക് കേട്ടിരിക്കും. ഞാൻ പറയുന്നത് സ്നേഹപൂർവ്വമാണ്, ചേർന്ന് നിന്നുകൊണ്ടാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നിങ്ങളോട് പറയുമ്പോൾ ഞാനും കേൾക്കുകയാണ്, എന്നെ വീണ്ടും ഒരു പെയ്തൊഴിയൽ കൂടിയാണ് ഇത് എന്ന് അറിയുക. അപ്പോൾ ഞാനിപ്പോൾ ഇനി വരയ്ക്കുകയാണ്. അധികം നമ്മൾ ഇത്തവണ ഇറേസ് ചെയ്തിട്ടില്ലല്ലേ, അതുകൊണ്ട് നിങ്ങൾ കാണുമായിരുന്നു. ഇവിടെ പോസ്റ്റ് ചെയ്ത് വെച്ച് ഇറേസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം വളരെ പെട്ടെന്ന് തീരാവുന്ന വരകളാണ്. ഉണ്ണിക്കണ്ണൻ, പുള്ളിപ്പുലി, മത്സ്യം, നല്ല സീനറികൾ, ഇങ്ങനെ എത്രയോ പേര് പറഞ്ഞൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ദിവസവും അത് വരയ്ക്കാമെന്ന് ഓർക്കുകയാണ്. നമ്മൾ വലിയ താമസമില്ലാതെ നിങ്ങൾ പറയുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാം. ഇപ്പം ഞാനിത് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ പ്രയോജനപ്രദമാകുന്ന, ഈ പഠിക്കുന്ന തുടക്കക്കാർക്ക് പെട്ടെന്ന് വരയ്ക്കാവുന്ന ചിത്രങ്ങളും കൈയുടെ ആ ഒരു ഒഴുക്കിന് സാധിക്കുന്ന ചിത്രങ്ങളും അതിനനിവാര്യമായ ചിത്രങ്ങളുമാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ചിത്രകലാ പാഠവും എനിക്കെന്തെങ്കിലും അറിയാം എന്നൊന്നും കാണിക്കാനില്ല. അത്ര വലിയ അറിവൊന്നും എനിക്കുമില്ല ചിത്രകലയിൽ. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഈ ചിത്രം വരച്ച് കാണിക്കുമ്പോൾ ഞാനും കുറച്ച് തെറ്റുകൾ വരുത്തുന്നുണ്ട്. ആ തെറ്റിലൂടെ ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് ഞാൻ മനസ്സിൽ പ്രതിജ്ഞ ചെയ്ത് വീണ്ടും പഠിച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത്. ഓരോ നിമിഷവും തെറ്റിയും തിരുത്തിയും തന്നെയാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. ഞാനൊന്നും ഒരു പൂർണ്ണനുമല്ല കേട്ടോ, തീർത്തും അപൂർണതയാണ്. പക്ഷെ അപൂർണതയിലെ സൗന്ദര്യമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. പൂർണ്ണതയ്ക്ക് പിന്നെ ഒരു തേടലില്ലല്ലോ, കഴിഞ്ഞു, പിന്നെ വിരസമാവും. അതുകൊണ്ടാണ് അപൂർണതകൾ ഉണ്ടാവുന്നത്. ഒരാൾ പൂർണ്ണമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താണ് തേടേണ്ടത്? ഒന്നുമില്ല, അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ വരയ്ക്കേണ്ടതില്ല. കടകിനെ കുറച്ച് വരച്ചാൽ മതി. കാരണം നമ്മൾ ഒരുപാട് വരച്ചാൽ നമുക്ക് വളരെ കൺജസ്റ്റഡ് ആയി തോന്നും. അതുകൊണ്ട് ഈ ചെതുമ്പലുകളൊക്കെ ഉള്ളതായിട്ട് മാത്രം കാണുക, അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി പോവുക.
പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊരു പാടിട്ട് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്. ബാക്കി അത്ഭുതകരമായിട്ട് നമ്മുടെ കണ്ണ് പൂരിപ്പിച്ചുകൊള്ളും, അല്ലെങ്കിൽ മനസ്സ് കാണാത്തത് കണ്ടുകൊള്ളും. നമ്മൾ ചില ശൂന്യതയിൽ നിന്ന് നമ്മൾ ചിത്രങ്ങൾ എടുക്കാറുണ്ട്, നമ്മൾ ചിന്തകളിലൂടെ പൂർത്തീകരിക്കാറുണ്ട്, അകക്കണ്ണിലൂടെ കണ്ട് അതിനെ പൂർത്തിയാക്കാറുണ്ട്. അങ്ങനെ പുറംകണ്ണും അകക്കണ്ണും തമ്മിലുള്ളൊരു മിളനമാണ് നമ്മുടെ കാഴ്ചകൾ. പുറംകണ്ണ് കണ്ട് കാണാത്ത പലതും നമ്മൾ അകക്കണ്ണ് കൊണ്ട് കാണുന്നില്ലേ? അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ അകക്കണ്ണ് കൂടി തുറന്ന് കണ്ട് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം മോദിക്കൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിലനിൽക്കാനാവണം. ഞാൻ വരച്ച് വളരെ വേഗം വരച്ച് ഈ വരെയും പൂർത്തിയാക്കിയാണ്. ഇനി അധികം നേരമില്ല. നോക്കുക. വരകളെ പ്രണയിക്കുന്നവർക്ക്, മനസ്സിനെ പ്രണയിക്കുന്നവർക്ക്, ജീവിതത്തെ പ്രണയിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ സ്ഥാനം, അല്ലേ? നമുക്കൊന്നിച്ച് പ്രണയത്തോടെ, പ്രണയത്തിൻ്റെ ഭാഷ രചിച്ച്, പ്രണയത്തിൻ്റെ ഭാവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് അടുത്ത ഒരു ചിത്രവുമായി അടുത്ത ദിവസവും കണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഒന്നാവാം, ഒന്നിച്ച് ചർച്ച ചെയ്യാം, ഒന്നിച്ച് പങ്കുവെക്കാം, ഒന്നിച്ച് പഠിക്കാം. അങ്ങനെ നമ്മളൊക്കെ ഒരേ മനസ്സായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെ സന്തോഷങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നും ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ 3 ചിത്രങ്ങൾ ഞാൻ ഒരു ഫ്രെയിമിൽ അവതരിപ്പിച്ചു. ഈ 3 ചിത്രങ്ങൾ വരച്ച രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നും ഞാൻ ഇനിയിപ്പോൾ മറ്റൊന്ന് വരയ്ക്കണമെങ്കിൽ 1-2 കുമ്പളകളല്ലേ വെള്ളത്തിലാണെന്ന് കാണിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഈ 3 ചിത്രങ്ങൾ നിങ്ങൾ മനോഹരമായിട്ട് വരയ്ക്കുക. ഇതിനേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഇഷ്ടത്തോടെ സുധീർ കൃഷ്ണനാണ്. ഒരുപാട് ഇഷ്ടം.